ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഹലോ, ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കാര്യം മല്ലു ഫാമിലിയെ കുറിച്ചാണ്. മല്ലു ഫാമിലി എന്ന ചാനലിൽ പുതിയ വീഡിയോ കണ്ടു. വിവാഹമോചനത്തെക്കുറിച്ചും മറ്റു പറയുന്ന ആ വീഡിയോയിൽ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി. ആദ്യം തന്നെ പറയട്ടെ, രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ മാന്യമായി പിരിയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങളിലാണ് വൈരുദ്ധ്യമുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് തമ്പനെയിലിൽ അവിഹിതം എന്ന് എഴുതിയത് തന്റെ തെറ്റാണെന്ന്. റീച്ചിന് വേണ്ടി സ്വന്തം പങ്കാളിയെക്കുറിച്ച് ഇത്രയും തരംതാഴ്ന്ന ഒരു വാക്ക് ഉപയോഗിച്ച ശേഷം ഇപ്പോൾ അത് തിരുത്തിയത് കൊണ്ട് എന്ത് പ്രയോജനം? ആളുകൾ മോശ കമന്റ് ഇടുന്നു എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ്. അതിന് വഴിയൊരുക്കിയത് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാക്കിയതും അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? വീഡിയോയിൽ പലതവണ പറയുന്നുണ്ട് എനിക്കിത് കണ്ടന്റ് ആക്കാൻ താല്പര്യമില്ല എന്ന്. എന്നാൽ 14 മിനിറ്റോളം വരുന്ന വീഡിയോ ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നു. സത്യത്തിൽ ഇത് കണ്ടന്റ് ആക്കൽ തന്നെയല്ലേ? ഫാമിലി വ്ളോഗിങ്ങിലൂടെയും ജീവിതത്തിലെ സ്വകാര്യ കാര്യങ്ങൾ വിറ്റും വളർന്നവർ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ഒരു പേഴ്സണലാണ് എന്ന് പറയുന്നതിൽ ഇരട്ടത്താപ്പ് ചൂണ്ടിയിരിക്കണം. കുട്ടികളുടെ കാര്യം ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് ശരിയാണോ? അവർ പിന്നീട് വലുതാകുമ്പോൾ ഇതെല്ലാം കാണേണ്ടി വരില്ലേ? തങ്ങൾ മാന്യമായി പിരിയുന്നവരാണ് എന്ന് കാണിക്കാൻ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും മറ്റു പ്രശ്നങ്ങളും ഇതിനെ താരതമ്യം ചെയ്യുന്നത് കേട്ടു. പിരിയുന്നത് ഇത്ര വലിയൊരു മാതൃകാപരമായ കാര്യമായി ആഘോഷിക്കേണ്ട ഒന്നാണോ? സോഷ്യൽ മീഡിയയിൽ സ്വന്തം ജീവിതം ലൈവായി കാണിക്കുന്നവർക്ക് പണവും റീച്ചും ഉള്ളപ്പോൾ എല്ലാം നല്ലതാണ്. പക്ഷേ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സ്വകാര്യമായി വെക്കാൻ പഠിക്കണം. ഇതൊരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം. താങ്ക്